പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് വരുന്ന എക്കണോമിക്സ് കോഡ് നമ്പർ 318 ന്യൂ സിലബസ് അനുസരിച്ചുള്ള 8ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ട് വീഡിയോ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, പ്രവണതകൾ, കേന്ദ്രീയ പ്രവണതകൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വരുന്ന ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുത്തെ അങ്ങോട്ടുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ന്യൂ സിലബസ് അനുസരിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അവരുടെ മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കിയുള്ള 40% എന്താണ്, അസൈൻമെൻ്റ് ആണ്. ആ 60% മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽപ്പെട്ട ആദ്യത്തെ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററാണ്. 7 വരെയുള്ള ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസ് കൂടിയാണ് നമ്മൾ ബോർഡിൽ എഴുതി ചെയ്യുന്നത്. 8ാമത്തെ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം ചാപ്റ്റർ ആയതുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ അരിത്തമാറ്റിക് മീൻ സിമ്പിൾ മെത്തേഡ് പ്രകാരം ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിത്തമാറ്റിക് മീനിൻ്റെ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനും കമ്പൈൻഡ് അരിത്തമാറ്റിക് മീനും ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. അടുത്ത വീഡിയോയിൽ മീഡിയനാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനാണ്. വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ സിമ്പിൾ അരിത്തമാറ്റിക്കൽ മീനിൽ നിന്ന് വ്യത്യസ്തം ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ടാവും. അതാണ്, മറ്റേതിലാവുമ്പോൾ വെയിറ്റ് തന്നിട്ടുണ്ടാവില്ല. ഒരു ക്ലാസ്സിൽ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റാണ്. ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റ് വ്യത്യാസമാണ്. 5, 4, 3, 2, 1. ഇവിടെ 3 വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. A എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, B എന്ന് പറയുന്ന C. ഓരോരുത്തർക്കും കിട്ടിയ മാർക്കുകൾ തന്നിട്ടുണ്ട്. 5, 10, 15, 20, 25 വേണമെങ്കിൽ 50-ലാകാം അല്ലെങ്കിൽ 100-ലാകാം, എത്രയിലായിക്കോട്ടെ. ഓരോ വിദ്യാർത്ഥിക്ക് കിട്ടിയ മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വെയിറ്റഡ് അരിത്തമാറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. അതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്മ WX / സിഗ്മ W. വെയിറ്റഡ് അരിത്തമാറ്റിക് മീനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വിദ്യാർത്ഥിയും ഇവിടെ കാണണം. A എന്നുള്ള വിദ്യാർത്ഥികളെ കാണണം, B എന്നുള്ളത് കാണാം, CD കാണാം. ഓരോന്നിൻ്റെയും വ്യത്യസ്തപരമായിട്ട് നമ്മൾ കാണണമെന്നതാണ്. അപ്പോൾ WX / സിഗ്മ W ആണ്. അപ്പോൾ ഇതാണ് W വെയിറ്റ്. X പറയുന്നത് ഇതാണ്, A, B, C ഇതൊക്കെയാണ് X പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് A കാണാം കേട്ടോ. A എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഫസ്റ്റ് നമ്മൾ കാണുന്നത്, അത് കാണുന്നത് ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. ഇക്വേഷൻ WX, X പറയുന്നത് XA ആണ്. അപ്പോൾ എന്താണ് W1 X1 ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് W1 എത്ര, 5 × 5 ഇത് തമ്മിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. 5 × 5, അടുത്തത് 4 × 10, 4 × 10, 3 × 15, 2 × 20, 1 × 25 ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് 25, 40, 45, 40, 25 ടോട്ടൽ ചെയ്യാം. 40, 25, 65, 65, 70, 110, 150, 150, 25, 175. ഇതാണ് A എന്ന വിദ്യാർത്ഥികളുടെ എന്താ പറയുക, സിഗ്മ WX എന്ന് പറയുന്നത്. സിഗ്മ WX. ഇനി ഇതേപോലെ B എന്ന വിദ്യാർത്ഥിയെ ഇതേപോലെ കാണാം. B എന്ന വിദ്യാർത്ഥിയെ കാണുമ്പോൾ ഇത് തമ്മിൽ കൊടുക്കുക 5 × 10. അപ്പോൾ ഇങ്ങനെ W1 XB ആണ്. അപ്പോൾ 5 × 10, 5 × 10 ആണ്. അപ്പോൾ 50. അടുത്ത് നോക്ക് 4 × 20, 80. അടുത്തത് 3 × 30, 90. 2 × 40, 80. 1 × 50, 50. ടോട്ടൽ ചെയ്യാം. 130, 130, 90, 220, 300, 350 വരും.
ഇതാണ് രണ്ടാമത്തെ വിദ്യാർത്ഥി. ഇതേപോലെ സി എന്ന വിദ്യാർത്ഥിയും കാണാം. ഇത് നമ്മൾ സി എന്ന വിദ്യാർത്ഥിയുടെ കാണാം. 15 × 5 വേഗം കൊടുക്കാം. 15 75. അടുത്തത് 4 × 20 80. അപ്പൊ W1 ഇത് x2 ആണ്. ഇവിടെ W1 x3 കേട്ടോ. W1നെ x3 കൊണ്ട് x3 യോട് ഗുണിക്കാം കേട്ടോ. xb ആണത്, ഇത് xc ആണ്. അപ്പോൾ 4 × 20 80 കേട്ടോ. അടുത്ത 3 × 25 75. 2 × 30 60. 1 × 35. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും മാർക്ക് വെയിറ്റ് കൊണ്ട് ഗുണിക്കാം. എ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മാർക്ക് വെയിറ്റ് കൊണ്ട് ഗുണിക്കാം. അതാണ് ഇത് വരുന്നത്. ബി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മാർക്കിനെ വെയിറ്റ് കൊണ്ട് ഗുണിക്കാം. അതാണ് രണ്ടാമത്തെ കോളം. സി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മാർക്കിനെ വെയിറ്റ് കൊണ്ട് ഗുണിക്കാം. ഇനി ഓരോരോ ടോട്ടൽ ചെയ്യാം. 155, 360, 70, 230, 290, 325. ഓക്കെ. ഇനി ഓരോരുത്തരുടെയും എന്താണ് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കാണാം. അപ്പോൾ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഇക്വേഷൻ സിഗ്മ WX ഡിവൈഡ് ബൈ എയുടെ എത്ര വരിക? സിഗ്മ WX 175 ഡിവൈഡ് സിഗ്മ W എന്ന് പറയുന്നില്ല. 5 4 9 3 12 15 175 ഡിവൈഡ് ബൈ 15. അതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് 11.6. 11.6. അടുത്ത ആൾ നോക്കാം. 350 ഡിവൈഡ് ബൈ 15 വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് 23.3. 23.3. അടുത്ത ആൾ 325 ഡിവൈഡ് ബൈ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആൻസർ വരുന്നത് 21.6. ഇതിൽ ആർക്കാണ് കൂടുതൽ? സിക്കാണ് കൂടുതൽ കേട്ടോ. മീന് കുറവുള്ളത് എക്കാണ്. ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ കമ്പൈൻഡ് മീനാണ്. കമ്പൈൻഡ് മീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നിലധികം ഡാറ്റകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നിലധികം ഡാറ്റകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ. ദ ആവറേജ് മാർക്ക് ഓഫ് 3 ബാച്ചസ്. 3 ബാച്ചിലെ ആവറേജ് മാർക്ക് തന്നിട്ടാണ്. 70, 50, 30. സ്റ്റുഡൻസ് റെസ്പോൺസ് ആർ 50, 55, 45. ഫൈനലി ആവറേജ് മാർക്ക് ഓഫ് 150. മൊത്തം 150 സ്റ്റുഡൻസ് ആണ്. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് ബാർ കമ്പയർഡ് മീൻ ഇക്വേഷൻ എഴുതുക. എക്സ് ബാർ = n1 x bar 1 plus n2 x bar 2 n2 x bar 3 divided by n1 n2. നമുക്ക് ആവറേജ് മാർക്ക് തന്നത് നമ്മൾ എഴുതാം. ആവറേജ് മാർക്ക് ഇവിടെ തന്നത് എഴുതാണ്. ആവറേജ് മാർക്ക് ഇവിടെ എഴുതുന്നത് x bar 1 എന്ന് പറയുന്നത് 50, x bar 2 എന്ന് പറയുന്നത് 55, x bar 3 എന്ന് പറയുന്നത് 42. ഇതേപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളത് ഇവിടെ തരുന്നു. സ്റ്റുഡൻസ് നമ്പർ n1 ഡിവൈഡ് ബൈ 70, n2 എന്ന് പറയുന്നത് 50, n3 എന്ന് പറയുന്നത് 30. അപ്പോൾ ടോട്ടൽ 150 ആയി. 70, 50, 120, 30, മൊത്തം 150 സ്റ്റുഡൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ 150 സ്റ്റുഡൻസിന് 3 രീതിയിൽ അവതരിപ്പിക്കും. 70, 50, 30. ആ 70 വിദ്യാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ മീന് കിട്ടിയത് 50 ആണ്. 50 വിദ്യാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ മീന് നമുക്ക് 55. 30 വിദ്യാർത്ഥികൾ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് മീന് 45. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് കമ്പൈൻഡ് മീന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുക്കണം n1 x bar 1. n1 × x bar 1. n1 എത്ര? 70 × 50. 70 × 50 പ്ലസ് അടുത്തത് n2 x bar 2. n2 × x bar 2. n2 എത്ര? 50 × 55. 50 × 55 പ്ലസ് n3 x bar 3. അപ്പോൾ n3 × x bar 3. n3 എന്ന് പറയുന്നത് 30 × 45. 30 × 45 ഡിവൈഡ് ബൈ 3 പാട് പ്ലസ് ചെയ്യുക. n പാട് n2 എടുക്കുക. അപ്പോൾ 70, 50, 120, 30 കൂട്ടി 70 പ്ലസ് 50 പ്ലസ് 30 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരെ നോക്കാം. അപ്പോൾ ഇത് മൊത്തം വരുന്നത് 7600 ആണ്. 70 × 50 ഗുണിക്കാം.
പ്ലസ് ആയിക്കോളെ 50-55 കുറിച്ചത് പ്ലസ് ചെയ്യുക, 30-45 പ്ലസ് ചെയ്യാൻ മൊത്തം 7600 ഡിവൈഡ് ബൈ 150. ആൻസർ കാൽക്കുലേറ്റർ അടിച്ച് കിട്ടും 50.67 ആണ്. ഇതാണ് കമ്പൈൻഡ് മാർക്ക്. ഒരു ശ്രദ്ധിച്ച പെട്ടെന്ന് കിട്ടും കേട്ടോ. കമ്പൈൻഡ് മെയിൻ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ് മൊത്തം സ്റ്റുഡൻസ് എത്രയെന്ന് പറയും. ആ മൊത്തം സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്യും N1 N2 N3. ഓരോ ഡിവൈഡ് ചെയ്ത സ്റ്റുഡൻസിന് കിട്ടിയ മീൻ എത്രയെന്ന് പറയും. അത് നമ്മൾ ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പൈൻഡ് മീൻസ് വരും. അപ്പോൾ ഈ വെയ്റ്റഡും കമ്പൈൻഡും എക്സാമിന് വല്ലാതെ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഞാനിതിപ്പോൾ ഒരുപാട് സമയം കളയുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് കഴിഞ്ഞു പോയ വീഡിയോയിൽ പറഞ്ഞാൽ സിമ്പിളാണ്. ഇനി അഥവാ നമുക്ക് പുതിയ മോഡൽ വെച്ചിട്ടുള്ള പരീക്ഷയല്ലേ, അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിയില്ല എന്ന് പറയരുത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. NSൻ്റെ SSLC +2 അഡ്മിഷൻ, അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ, അതേപോലെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ +2 SSLC ഒക്കെ നമ്മുടെ സ്ഥാപനത്തിൽ വളരെ കുറഞ്ഞ ഫീസിൽ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.